നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിയൽമിയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞൊരു മോഡലായിട്ടുള്ള റിയൽമി C21Y എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അത് ഈ ഒരു ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ താഴെ അല്ലെങ്കിൽ ഒരു 9,000 രൂപ താഴെ നമുക്ക് പ്രൈസ് റേഞ്ചിനകത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് C21Y എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് റിയൽമി C21Y എന്ന് പറയുന്ന ഫോണിൻ്റെ മെയിൻ ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ റിയൽമിയുടെ ഫോൺ ഒരു ബോക്സ് യെല്ലോ ബോക്സിനോട് വരുന്നത്. സൈഡിൽ ഇവിടെ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയൽമി C21Y എന്ന് വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറയാണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പിന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഇവിടെ അതിൻ്റെ MRP ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ ഇത് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്, IMEI നമ്പർ, അങ്ങനത്തെ റേഡിയേഷൻ്റെ കാര്യങ്ങൾ, സാർ വാല്യൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിലും കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇവിടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിൻ ബോക്സ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു പേപ്പർ ബോക്സ് കിട്ടും. സാധാരണ നമ്മൾ റിയൽമിയുടെ ഫോണുകളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഒരു ബോക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല, വേറെ ബാക്ക് പോച്ചോ അല്ലെങ്കിൽ വേറെ ആക്സസറീസ് ഒന്നും കിട്ടുന്നില്ല. അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് റിയൽമി C21Y എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെടുത്തുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ്. ഇനി ഇതിനകത്ത് നമുക്കൊരു ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്. C ടൈപ്പ് അല്ല, മൈക്രോ USB ആണ്. പിന്നെ ഒരു ചാർജിങ് അഡാപ്റ്ററും വരുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ചാർജർ ആണെന്നൊന്നും പറയുന്നില്ല, നോർമൽ ചാർജിങ് തന്നെയായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് എന്നൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനസ്സിലുണ്ടാവണം എന്നുകൊണ്ട് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ കവർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് റിയൽമി C21Y എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ച് വലിയ ഫോൺ തന്നെയാണ് കേട്ടോ. നല്ല വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽ തന്നെയാണ്. കയ്യിനകത്തൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് വലിയ ഫോണാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിസൈനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഡിസൈൻ വൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. നമ്മൾ മുൻപ് പല ഫോണുകളിനകത്തും കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഇത് റിയൽമിയുടെ ഫോണാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതുപോലെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ താഴെ ആണ്, ബാക്ക് സൈഡിലാണ് വരുന്നത്. സാധാരണ താഴെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഇവിടെ ബാക്ക് സൈഡിലാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാമായിരുന്നു. എന്നിരുന്നാലും ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറയും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസൈൻ വൈസ് ഓക്കെയാണ്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ തിക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു മോഡലാണ്. 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് മുൻപത്തെ C25Y സെയിം തിക്നെസ് തന്നെയാണ് വരുന്നത്. താഴെ നോക്കുമ്പോൾ മൈക്രോഫോണിൻ്റെ ഹോൾക്ക് വരാം. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പറയാനുള്ള കാര്യങ്ങൾ. ഡൈമെൻഷനൊക്കെ നോക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിന് വേണ്ട എല്ലാവിധ ഗുണഗണങ്ങളും ഉള്ളൊരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫിസിക്കലി പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇനി ഈ ഫോൺ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും അത് സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് ഫോണുകളുടെയും അതുപോലെ പുതിയ പുതിയ ഐറ്റംസിൻ്റെ ഒക്കെ നമ്മൾ അൺബോക്സിങ്ങും റിവ്യൂവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യാനുണ്ട്. പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് റിയൽമി C21Y എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓൺ ആകുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സോട് കൂടിയിട്ടുള്ള നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഹോം സ്ക്രീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് വരുന്നത്. നേരത്തെ പറഞ്ഞു കുറച്ച് വലിയ ഫോണാണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ഒന്നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് HD ഡിസ്പ്ലേന് കിട്ടുള്ളൂ. താഴെ കുറച്ച് വലിയ ബെസലാണുള്ളത്. എന്നാൽ സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെ നൈസായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബെസലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഫ്രണ്ട് ക്യാമറയുടെ ഭാഗമൊക്കെ ഉണ്ടല്ലേ, നോച്ചാണ്. എന്നിരുന്നാലും വളരെ ചെറിയൊരു നോച്ചാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കാണുമ്പോഴായാലും നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കിതിനകത്ത് ഫീൽ ചെയ്യില്ല. ക്യാമറ സെൽഫി എടുക്കുമ്പോഴായാലും നമുക്ക് അത്യാവശ്യം സ്റ്റേറ്റ് ആയിട്ട് തന്നെ എടുക്കാനും പറ്റും.
അപ്പോൾ ഡിസ്പ്ലേ വൈസ് അത്യാവശ്യം ഈ കാണുന്ന രീതിയിലുള്ള സ്മൂത്തും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊരു 60 ഹെർട്സിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റും അതുപോലെ റിഫ്രഷ് റേറ്റും ഉള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ക്വാളിറ്റിയും കാരണം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്മൂത്തും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായ അധികം ആപ്പുകൾ ഒന്നും കാണാനില്ല. എന്നിരുന്നാലും കുറച്ച് ഉണ്ട്. സാധാരണ റിയൽമിയുടെ ഫോണൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ കുറച്ചധികം 8ഉം 9ഉം അനാവശ്യമായ ആപ്പുകൾ കാണാറുണ്ട്. ഇതിനകത്ത് അത്ര അധികം ആപ്പുകളൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല. നല്ല കാര്യം. കുറച്ച് ആപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ആമസോണിൻ്റെ കുറച്ച് ആപ്പ്, സ്നാപ്ചാറ്റ്, പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ആപ്പുകൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് മൊത്തത്തിൽ ഇതിൻ്റെ ഹോം സ്ക്രീനെ കുറിച്ചൊക്കെ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, ഈ ഫോണിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് എബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് നോക്കാം. അപ്പോൾ എബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം റിയൽമി C21Y എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ് ബാൻഡ് കുറച്ച് കാര്യങ്ങൾ, പിന്നെ റിയൽമി UI വേർഷൻ അത്രയും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലയിൽ വെച്ചിട്ട് നല്ല ഏറ്റവും അപ്ഡേറ്റഡ് തന്നെയാണ്. ആൻഡ്രോയിഡ് 11 ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സർ എന്ന് പറയുന്നത് യൂണിസോക്കിൻ്റെ ഒരു പ്രോസസ്സറാണ് വരുന്നത്. നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് പറ്റിയൊരു പ്രോസസ്സർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയടെക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മീഡിയടെക്കിൻ്റെ G35 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു പ്രോസസ്സറാണ് യൂണിസോക്കിൻ്റെ T6 എന്ന് പറയുന്ന പ്രോസസ്സർ. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇത് ഓടിക്കോളും. റാം ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത് ഇതിൻ്റെ 3GB റാം 32GB വേരിയൻ്റ് ആണ്. ഇതിന് തന്നെ ഒരു 4GB റാം കൂടിയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. നമുക്ക് അതിനകത്ത് തന്നെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും പറയുന്നില്ല, എന്നാൽ റിവേഴ്സ് ചാർജിങ് ടെക്നോളജി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് മറ്റേതെങ്കിലും ഡിവൈസുകളിലേക്കും ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി വൈസ് ആയാലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വൈസ് ആയാലും അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ, അതൊരു 9000 താഴെയുള്ള ഒരു പ്രൈസ് റേഞ്ച് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു ചോയ്സ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. നമുക്കിനി ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ പറയാം, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നല്ല. ഒരു നോർമൽ ക്യാമറ, വളരെ നോർമലായിട്ടുള്ള ക്യാമറ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. നമുക്ക് നോർമലായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വാളിറ്റി ഒക്കെ എത്രത്തോളം നോക്കാം. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം വളരെ മോശമെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എബോവ് ആവറേജ് ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 13 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അതുകൂടാതെ 2 മെഗാപിക്സൽ വീതം മറ്റ് 2 ക്യാമറകൾ, അത് മാക്രോയും അതുപോലെ തന്നെ ഡെപ്തും സെൻസറും വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ ഇവിടെ വീഡിയോ മോഡ് ഇവിടെ വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഇത്തരത്തിൽ റെസൊല്യൂഷൻ 1080 നമുക്ക് ഫുൾ എച്ച് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ ക്യാപ്ചർ മോഡ്, അതായത് ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, ആ പോർട്രേറ്റ് മോഡിനകത്ത് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലറിൻ്റെ അളവും കാര്യങ്ങളും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇത്തരത്തിൽ ബെസ്റ്റ് മോഡ്, ഫിൽറ്ററുകൾ, ഒരുപാട് ഫിൽറ്ററുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, സ്ലോ മോഷൻ മോഡ്, മാക്രോ മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും ഇവിടെ ഒരു മോർ സെറ്റിങ്സിനകത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല. നോർമൽ യൂസിങ്ങിന്, പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് പറ്റിയതായ ഒരു ക്യാമറയാണ് ഇവിടെയും കൊടുക്കുന്നത്. സെൽഫീനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെൽഫി ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. 5 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇതിനകത്തും കിട്ടും. പിന്നെ റിയൽമിയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ലൈറ്റിൻ്റെ കണ്ടീഷനായാലും വലിയ കുഴപ്പമില്ലാത്തൊരു സെൽഫി ക്യാമറ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ല ഒരു ഫോൺ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെഗ്മെൻറ്റിനകത്ത് കുറേ പേര് വാങ്ങിക്കുന്ന ഒരു മോഡൽ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഫോൺ ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ പറ്റിയൊരു മോഡലാണ്. നല്ല വലിയ സ്ക്രീനാണ്, ഒരു സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്തും സപ്പോർട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. നമുക്ക് എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.